ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് മാർഗശീർഷ മാസത്തിലെ അവസാന വ്യാഴാഴ്ചത്തേക്ക് വേണ്ടി ഭഗവാനെ ഒരുക്കാം. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഒരുക്കി വച്ചിരുന്നതാണ്. അത് ഞാനിനി മാറ്റി ഇന്ന് ഞാൻ പുതിയതായിട്ട് ഒരുക്കാൻ പോവാണ്. കണ്ട മുടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ദേവിയെ അലങ്കരിച്ചിരുന്നത്. ഞാനിനി ഓരോന്നായിട്ടെടുത്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ഇടിയിക്കുമ്പോൾ ഇതേ മാലയും വളയെല്ലാം ഇടിയിക്കും. വള ഇതൊക്കെ തന്നെയാണ്, പക്ഷെ മാലയൊക്കെ മാറും. ഇത് കണ്ടോ, ഇതാണ് ഞാൻ വെച്ചിരുന്ന മുടി ദേവിക്ക്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെയും ആഭരണങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വൃത്തിയായി കഴുകി കൃഷ്ണനെയും ലക്ഷ്മി ദേവിയെയും നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് കഴിയുന്നതിന് ശേഷം പുതിയ ഡ്രസ്സൊക്കെ ഇടിയിക്കും. അപ്പം ഞാൻ ഇന്നലെ തയ്ച്ചു വച്ചിരുന്ന ഡ്രസ്സാണ്. അപ്പോൾ അതൊന്ന് ദേവിയെ ഇടിയിക്കാൻ പോവാണ്. ഈ വീഡിയോയിൽ കൃഷ്ണനെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയും ഒരുക്കുന്ന വീഡിയോ ആണ്. ഇത് കാണുന്നില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം. ഇത് ഇന്നലെ ഞാൻ തയ്ച്ചു വച്ചിരുന്ന സാരിയാണ്. അപ്പോൾ അതിൽ ഞാനൊരു ബോ മാരിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തു. പിന്നെ ഇതാണ് പുതിയതായിട്ട് ഇടാൻ പോകുന്ന മുടി. രണ്ട് സൈഡിലേക്കും പിന്നിയിട്ടതിന് ശേഷം അതിൽ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ എല്ലാ കൈകളിലും വളയൊക്കെ ഇടിച്ചു കൊടുത്തു. ഇതൊരു കമ്മലാണ്. ഈ കമ്മലാണ് ഞാൻ നെറ്റിയിൽ, അതായത് കിരീടത്തിൻ്റെ അവിടെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഇതൊരു പൊട്ടിയ ഒരു മാലയുടെ കഷ്ണമാണ് ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും ഇതുപോലെ അലങ്കരിക്കാനായിട്ട്. അതും ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ഇത് ഒട്ടിക്കുന്ന ഫേബർ കാസലിൻ്റെ പാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൂയിങ് ഗമ്മാരി ഇരിക്കുന്ന ഒരു ഗമ്മുണ്ട്. അത് വെച്ചിട്ടാണ്. അത് റീയൂസബിൾ ആണ്. ഞാൻ പൊട്ടൊരു വൈറ്റ് സ്റ്റോണാണ് പൊട്ടായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മൂക്കുത്തിയായിട്ട് വയ്ക്കുകയാണിത്. ഇനിയിപ്പോൾ ആ വൈറ്റ് സ്റ്റോൺ പൊട്ട് ഞാൻ മാറ്റും കുറച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ കമ്മലും ഇടിയിച്ചു. ഇനി തലയുടെ സൈഡിലായിട്ട്, രണ്ട് സൈഡിലായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഒരു കുറച്ച് ഭാഗമുണ്ട്. അവിടെ ഞാൻ ഒരു കമ്മൽ തന്നെയാണ് അതും. എൻ്റെ ബാക്ക് സൈഡ് ഇളക്കി കളഞ്ഞതാണ്. അപ്പോൾ അതും ഞാൻ അവിടെ വെച്ചു. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഐറ്റംസാണ്. അതുപോലെ തന്നെ ഒരു ഒടിയാണം മാതിരി ഞാനിങ്ങനെ ഒരു മാല കെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് എല്ലാ മാലയിട്ട് അലങ്കരിക്കാം. അപ്പം വൈറ്റ് സ്റ്റോണിൻ്റെ മാല എനിക്ക് 3-4 ഉണ്ട്. അപ്പം ഈ സ്റ്റോണിൻ്റെ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ മാലകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഗ്രീൻ കളറും ഗോൾഡൻ കളറും മുത്തുള്ള ഒരു മാലയാണ്. അപ്പോൾ സാരിക്കനുസരിച്ച് ഞാനതിട്ടതാണ്. അതിനുശേഷം ഞാൻ പൊട്ട് മാറ്റി ചുവന്ന കല്ലോടുകൂടി ഒരു പൊട്ട് വെച്ച് കൊടുത്തു. കാരണം എല്ലാം വൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട്, വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് ചുവന്ന നിറാക്കി കൊടുത്തു. അപ്പോൾ ദേവി ഒരുങ്ങി കഴിഞ്ഞു. ദേവിക്ക് ഞാൻ വീണ്ടും ഒരു മാലയും കൂടി ഇട്ടിരുന്നു. അത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പിന്നീട് ഇട്ടിരുന്നു. പിന്നെ ഞാൻ കൃഷ്ണനെ ഒരുക്കി. ഇതൊക്കെ ഇന്നലെ തയ്ച്ചു വെച്ചതായിരുന്നു. അപ്പോൾ ദേവിയും കൃഷ്ണനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചതിന് ശേഷമാണ് ഒരുക്കിയത്. പിന്നെ വളയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം തലയിൽ തലപ്പാവ് വെച്ച് കൊടുത്തു. അതിങ്ങനെ തുണി ഇത്തിരി നീളത്തിലുള്ള, കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 3-4 ചുറ്റായിരുന്നു. പക്ഷെ ഞാൻ എടുത്ത ലെങ്ത് ഇത്തിരി കുറവായിരുന്നു. ഞാൻ ആദ്യം നല്ല ടൈറ്റായിട്ട് വച്ചതിന് ശേഷം ഒരു പിൻ കുത്തി കൊടുത്തു. നമ്മുടെ മുത്ത് അറ്റത്തുള്ള പിന്നില്ലേ, ആ പിന്നാണ് കുത്തി കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലപോലെ ഇങ്ങനെ പിരിച്ച് കൊണ്ടുവന്നു. ഇപ്പോൾ എനിക്കാകെ 2 പിരിച്ച് ആ സൈഡിൽ 2 തവണ പിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് നീളം കുറഞ്ഞു പോയി. വേണമെങ്കിൽ 3-4, ഇത്തിരിയും കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ 3-4 ഒക്കെ പിരിച്ച് വെക്കായിരുന്നു. പിന്നെ വീണ്ടും അത് ചുറ്റിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. വീണ്ടും ഞാനതൊന്ന് ചുറ്റി എന്നിട്ട് വീണ്ടും ആ പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തു.
റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഞാൻ ആ പിരിച്ചതൊന്ന് മാറ്റിയതിന് ശേഷമാണ് എടുത്തത്, എന്നാലേ ആ സൈഡ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ എല്ലായിടത്തും പിന്ന് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തു. ആ മുത്തുള്ള പിന്നാവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് ഈ തലപ്പാവിൽ ഏതെങ്കിലും മാലയോ മുത്തോ ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മയിൽപീലിയും വെച്ച് കൊടുക്കാം. കൃഷ്ണന് മയിൽപീലി ഇല്ലാതെ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്കതും കൂടെ വെച്ച് കൊടുക്കാം. ഞാൻ 2-3 ഒക്കെ വെച്ച് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ ഒരെണ്ണം എടുത്തതാണ് അവസാനം വെച്ച് കൊടുത്തത്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണ് അവസാനം ഇതിൽ ഉറപ്പിച്ചു. അതുപോലെ തന്നെ മയിൽപീലിയും വെച്ച് കൊടുത്തു. ഇതൊക്കെ ഞാൻ ആ ടാക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫേബർ കാസലിൻ്റെ ഗം വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പൊട്ടും വെച്ച് കൊടുത്തു. പിന്നെ മാലകളൊക്കെ ഇട്ട് കൊടുത്തു. നമസ്കാരപ്രിയോ ഭാനു, അഭിഷേകപ്രിയോ ശിവ, അലങ്കാരപ്രിയോ വിഷ്ണു, ബ്രാഹ്മണ ഭോജന പ്രിയ. അതായത് ഭാനു സൂര്യൻ നമസ്കാരപ്രിയനും, മഹാദേവൻ അഭിഷേകപ്രിയനും, വിഷ്ണു അലങ്കാരപ്രിയനും, അതുപോലെ തന്നെ മനുഷ്യർ ഭോജനത്തിലൂടെ നമുക്ക് മനുഷ്യരെയും പ്രീതിപ്പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മാർഗശീർഷ മാസത്തിലെ അവസാന വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി നമ്മുടെ കൃഷ്ണൻ റെഡിയായി കഴിഞ്ഞു. കൃഷ്ണൻ മാത്രമല്ല ലക്ഷ്മി ദേവിയും റെഡിയായി കഴിഞ്ഞു. ആ മുകളിൽ ഞാനൊരു കമ്മൽ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഒരു മാലയും കൂടെ ദേവിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ആ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.